ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അടുത്ത ഹുക്കാണ്, യൂസ് കോണ്ടെക്സ്റ്റ്. സോ ആദ്യം നമുക്ക് എന്താണ് റിയാക്റ്റിൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നോക്കാം. സോ റിയാക്റ്റിനകത്ത് നമ്മൾ കണ്ടു, ഒരു കോമ്പണൻറ്റിൽ നിന്നും അടുത്ത കോമ്പണൻറ്റിലോട്ട് ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഈ കമ്പോണൻറ്റിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ പ്രോപ്സ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പണൻറ്റ് ട്രീ ഒരുപാട് വരാം. ഇതിപ്പോൾ 5 ലെയറുള്ളൊരു ട്രീ ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഈ കോമ്പണൻറ്റ് ട്രീ 50, 100 അങ്ങനെ ഒരുപാട് ലെങ്ത്തുള്ള ട്രീസ് വരാം. ഓക്കെ, സോ നമ്മൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കോമ്പണൻറ്റിൽ നിന്നും ഈ ഒരു കോമ്പണൻറ്റിലോട്ട് ഡാറ്റ ആവശ്യമുണ്ട്. അതായത് ഇതിലോട്ട് മാത്രമാണ് ആവശ്യമുള്ളൂ എങ്കിൽ പോലും നമ്മൾ ഈ എല്ലാ കോമ്പണൻറ്റിൽ കൂടിയും പാസ് ചെയ്തിട്ട് വേണം ഈ പ്രോപ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് ഡാറ്റ പാസ് ചെയ്യാൻ. സോ അത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് പ്രോബ്ലം സൃഷ്ടിക്കാറുണ്ട്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ തന്നെ നമ്മുടെ ഇടയിലത്തെ കോമ്പണൻറ്റുകൾക്കൊന്നും ചിലപ്പോൾ ഈ പ്രോപ്സിൻ്റെ ആവശ്യമില്ല. എന്നാൽ കൂടി നമ്മൾ ഇതിൽ കൂടെയൊക്കെ പാസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കോമ്പണൻറ്റിലോട്ട് ഡാറ്റ എത്തിക്കാൻ. അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോമ്പണൻറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളൊരു പുതിയ കോമ്പണൻറ്റ് ആഡ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ ഈ ഒരു കോമ്പണൻറ്റിൽ ഡാറ്റ ആവശ്യം വരും. അപ്പോൾ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏതൊക്കെ കമ്പണൻറ്റിൽ ഭാവിയിൽ ഈ ഡാറ്റ വരും എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരുവിധം ഉറപ്പുണ്ട് ഇതൊരു വിധം എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതും. ഓക്കെ, സോ അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാം. സോ ജനറലി കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പണൻറ്റിൽ നമുക്ക് ഡാറ്റ ഇടയിലെ ചിൽഡ്രനുകളെ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോമ്പണൻറ്റിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റിലെ ഫീച്ചറാണ് കോണ്ടെക്സ്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് കോണ്ടെക്സ്റ്റ് ജനറലി എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് പറയണക്കാട്ടി മുന്നേ ഒരു റിയാക്റ്റിൻ്റെ കോമ്പണൻ്റ് എന്താണ്, എലമെൻ്റ് എന്താണെന്നുള്ളൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പക്ഷേ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നത് മാത്രം. സോ നമ്മൾ ഏതൊരു റിയാക്റ്റ് ടാഗ് എഴുതുമ്പോഴും നമ്മൾക്കറിയാം അതിന് നമ്മളൊന്നല്ലെങ്കിൽ ഫംഗ്ഷണൽ അല്ലെങ്കിൽ ക്ലാസ് കോമ്പണൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു പറയാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സിമ്പിൾ ലിസ്റ്റിൻ്റെ ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷണൽ കോമ്പണൻ്റ് ആണ്. ഇങ്ങനെ ഫംഗ്ഷനുകളോ ക്ലാസ്സുകളോ ആയിട്ട് എഴുതുന്നതിനെയാണ് ഒരു കോമ്പണൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ കോമ്പണൻറ്റ് എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ റിയൽ ഡോമിനകത്തോട്ട് ആ ഒരു എലമെൻ്റ് ഉണ്ടാവില്ല. സോ ഈ കോമ്പണൻറ്റിനെ നമ്മൾ ഇതേപോലെ ടാഗ് ഇട്ട് എഴുതുമ്പോഴാണ് ഇത് ഡോം എലമെൻറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കോമ്പണൻറ്റിൻ്റെ എത്ര എലമെൻറ്റുകൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ എലമെൻ്റ് എഴുതുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ പേരാണ്, അതല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പേര് അല്ലെങ്കിൽ ക്ലാസിൻ്റെ നെയിം ആയിരിക്കും. ഓക്കെ, സോ ഇത് ഫംഗ്ഷൻ്റെ റെഫറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എഴുതിയാലും വർക്ക് ചെയ്യും. കോൺസ്റ്റ് a is equal to സിമ്പിൾ ലിസ്റ്റ് എന്ന് ഓർത്തിട്ട് നമ്മളിവിടെ ആ ടാഗിന് പകരം ഈ വേരിയബിൾ നെയിം കൊടുത്താലും വർക്ക് ചെയ്യും. കാരണം ഇവിടെ കൊടുക്കേണ്ടത് ആ ഫംഗ്ഷൻ്റെ റെഫറൻസ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ റെഫറൻസ് വേണമെങ്കിൽ നേരിട്ടിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ നെയിം എന്ന് എടുക്കാം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ വേറെ വേരിയബിൾ ആയിട്ട് കൊടുത്താൽ അത് അങ്ങനെ വർക്ക് ചെയ്യും. നേരെ മറിച്ച് ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കീനകത്താണ് നമ്മൾ ഈ കോമ്പണൻറ്റിൻ്റെ പേര് നമ്മൾ റെഫറൻസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഇവിടെ obj.myKey എന്ന് കൊടുക്കാം. സോ എങ്ങനെ ഇവിടെ എന്ത് കൊടുത്താലും കുഴപ്പമില്ല, ഒരു ഫംഗ്ഷൻ്റെ റെഫറൻസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് പറയാൻ കാരണം നമ്മൾ ഇതേപോലെ ഡോട്ടഡ് നൊട്ടേഷൻ നമ്മൾ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ടാഗിൻ്റെ ഉള്ളിൽ. സോ അതെന്താണെന്ന് മനസ്സിലാക്കാനാണ്. ചിലവർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് തിരിച്ച് കോണ്ടെക്സ്റ്റിലോട്ട് തന്നെ പോകാം. സോ നമ്മൾ കോണ്ടെക്സ്റ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു നോഡിൽ ഉള്ള ഒരു ഡാറ്റ ഇതിൻ്റെ താഴത്തുള്ള ഏതെങ്കിലും ഒരു നോഡിൽ പ്രോപ്സ് അല്ലാണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് റിയാക്ട് ഒരു ഫംഗ്ഷൻ തരുന്നുണ്ട്, react.create context. ഓക്കെ, സോ ആ ഒരു ഫംഗ്ഷൻ കോൾ വിളിച്ചാൽ നമുക്കൊരു ഒബ്ജക്റ്റ് കിട്ടും. സോ അത് ഈ കോമ്പണൻറ്റിൻ്റെ അകത്തല്ല, നമ്മൾ ഈ കോമ്പണൻറ്റിനൊക്കെ പുറത്താണ് നമ്മൾ കോഡ് എഴുതുക. സോ നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് കിട്ടും. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റിനകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് 2 പ്രോപ്പർട്ടീസാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അത് 2 കമ്പോണൻറ്റുകളാണ്, ഒന്ന് പ്രൊവൈഡറും ഒന്ന് കൺസ്യൂമറും. സോ നമുക്കിനി ഈ ഒരു നോഡിലുള്ള ഡാറ്റയാണ് ഇതിൻ്റെ ചിൽഡ്രനായിട്ട് വരുന്ന മറ്റു നോഡുകൾക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ നോഡിൻ്റെ ചൈൽഡായിട്ട് പ്രൊവൈഡർ കമ്പോണൻറ്റിൻ്റെ ഒരു എലമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന ബാക്കി കമ്പോണൻറ്റുകളെല്ലാം ഈ പ്രൊവൈഡറിൻ്റെ ചിൽഡ്രനായിട്ട് പോകുക എന്നുള്ളതാണ്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ കോമ്പണൻറ്റിൽ നിന്നും എന്തൊക്കെ ഡാറ്റ പാസ് ചെയ്യണോ അത് ഈ പ്രൊവൈഡറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ പ്രോപ്പായിട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊവൈഡറിൻ്റെ ചിൽഡ്രനായിട്ട് വരുന്ന എല്ലാ എലമെൻറ്റുകൾക്കും ഈ വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് പ്രൊവൈഡിങ്. ബാക്കി ഇതിലേത് എലമെൻറ്റിനാണോ ഈ വാല്യൂ ആവശ്യമുള്ളത്
അവൻ ഈ വാല്യൂ റീഡ് ചെയ്തെടുക്കണം. ആ റീഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺസ്യൂമിങ്. ഓക്കെ, സോ കൺസ്യൂമിങ് ഫങ്ഷണൽ കോമ്പണൻറ്റിനും ക്ലാസ് കോമ്പണൻറ്റിനും രണ്ടും രണ്ട് രീതിയിലാണ്. പ്രൊവൈഡിങ് സെയിം ആണ് രണ്ടിനും, പക്ഷേ കൺസ്യൂം ചെയ്യുന്നത് രണ്ടിനും രണ്ട് രീതിയിലാണ്. ഫങ്ഷണൽ കോമ്പണൻ്റ് ആണെങ്കിലാണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഹുക്ക് ഉപയോഗിക്കുന്നത്. ക്ലാസ് കോമ്പണൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റിലെ കൺസ്യൂമർ എന്ന് പറയുന്ന കോമ്പണൻ്റാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, കോണ്ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റിക് വേരിയബിൾ ഉപയോഗിക്കാം. സോ ക്ലാസ് കോമ്പണൻറ്റിൽ എങ്ങനെ കൺസ്യൂം ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ഈ വീഡിയോയിൽ നമുക്ക് പ്രൊവൈഡിങ്ങും പിന്നെ യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കൺസ്യൂം ചെയ്യുന്നതും നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ പ്രൊവൈഡിങ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. സോ നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുവരെ ചെയ്ത പേജ് തന്നെ എടുക്കാം. സോ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെക്ക് ബോക്സ് ഇടാം. ആ ചെക്ക് ബോക്സ് ഷോ ലേബിൾ എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ആണ്. സോ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോ ലേബിൾ ട്രൂ ആണെങ്കിൽ ഈ ലേബിൾ എല്ലാം കാണിക്കും. ഇനി അത് ഫോൾസ് ആണെങ്കിൽ ഈ ലേബിളൊക്കെ ഹൈഡ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ പുറത്ത് തന്നെ ഇടാം. സോ നമ്മളൊരു ഷോ ലേബിൾ എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ഇട്ടു. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേബിൾ കാണിക്കണം, ഇത് ഓഫ് ആണെങ്കിൽ ഈ ലേബിൾ കാണിക്കരുത്. സോ അതാണ് റിക്വയർമെൻറ്റ്. സോ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ് എഴുതാം. ഷോ ലേബിൾ അതിൻ്റെ ഡിഫോൾട്ട് ട്രൂ ആയിക്കോട്ടെ. എന്നിട്ട് നമ്മളുടെ ചെക്ക് ഡിസ് ഈക്വൽ ടു ഡിഫോൾട്ട് ഇത് ട്രൂ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് മാറണം. ഓക്കെ, സോ ഓൺ ചേഞ്ചിനകത്ത് നമുക്കൊരു പുതിയ ഫംഗ്ഷൻ എഴുതാം, ഹാൻഡിൽ ഷോ ലേബിൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനകത്ത് നമുക്ക് ആ സ്റ്റേറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ നമ്മളിത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഫോൾസ് ആയിരിക്കും. ഷോ ലേബിൾ എന്നുള്ള ഈ സ്റ്റേറ്റിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ ട്രൂവിനും ഫോൾസിനും അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ലേബിൾ കാണിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. സോ നമുക്ക് വേണമെങ്കിൽ സാധാരണ രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ് പ്രോപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിൾ ലിസ്റ്റിനകത്ത് ലിസ്റ്റ് ഐറ്റത്തിനകത്ത് ലേബിളിലോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആ ലേബിൾ കാണിക്കണോ വേണ്ടോ തീരുമാനിക്കാം. പക്ഷേ നമ്മളിത് കോണ്ടെക്സ്റ്റിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഷോ ലേബിൾ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ആണ് നമുക്ക് ഈ ലേബിൾ എന്ന് പറഞ്ഞ ആ കോമ്പണൻറ്റിൽ കിട്ടേണ്ടത്. സോ നമുക്കത് ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, സോ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാൻ റിയാക്റ്റ് തരുന്ന ഫംഗ്ഷനാണ് റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ്. ഇത് നമുക്ക് ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. മൈ കോണ്ടെക്സ്റ്റ് എന്നൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. സോ ഇത് വേരിയബിൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കോണ്ടെക്സ്റ്റ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുക. അതൊരു കൺവെൻഷനാണ്, നിർബന്ധമൊന്നുമില്ല. ജനറലി അങ്ങനെയാണ് ചെയ്യാറ്. സോ അതുകൊണ്ട് നമ്മൾ ചെയ്തത് മാത്രം. ഓക്കെ, സോ നമ്മളൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോണ്ടെക്സ്റ്റിനകത്ത് രണ്ട് കോമ്പണൻറ്റുകളുണ്ട്, ഒന്ന് പ്രൊവൈഡറും കൺസ്യൂമറും. അപ്പോൾ ഇവിടെ സോ ഇതിനകത്തുള്ള വേരിയബിൾ മറ്റുള്ളവർക്കാണ് കിട്ടേണ്ടത്. സോ നമ്മൾ ഇത് പ്രൊവൈഡറാണ്. സോ നമ്മൾ പ്രൊവൈഡർ എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് കൊണ്ട് നമ്മളൊരു എലമെൻറ്റ് ഉണ്ടാക്കണം. ഓക്കെ, സോ മൈ കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഈ എലമെൻറ്റ് ഈ കംപ്ലീറ്റ് കോമ്പണൻസിനെ റാപ്പ് ചെയ്യണം. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഷോ ലേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലെ വാല്യൂ ആണ്. ഓക്കെ, സോ അത് ഇതിനകത്ത് വാല്യൂ എന്ന് പറഞ്ഞ പ്രോപ്സ് ഉണ്ട്. വാല്യൂ ഈക്വൽ ടു ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഷോ ലേബിൾ. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ ഇതിനകത്തുള്ള വാല്യൂ ഇതിൻ്റെ ചിൽഡ്രനോ ആ ഹൈറാർക്കിയിൽ അതിൻ്റെ ചിൽഡ്രനോ അതിൻ്റെ ചിൽഡ്രൻസോ അതിന് എത്ര ചിൽഡ്രൻസോ ആണ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാ ഹൈറാർക്കിനകത്തും നമുക്ക് ഈ പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഈ പ്രൊവൈഡർ ഉണ്ടാക്കിയത് ഈ കോമ്പണൻറ്റിൻ്റെ പുറത്താണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്നില്ല, അത് വേറെ ഫയലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്നിട്ട് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, സോ നമ്മൾ മിക്കവാറും എവിടെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാറ്. അതുകൊണ്ട് ചെയ്തത് മാത്രം. ഓക്കെ, സോ ഇത്രയാണ് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി നമുക്കത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഈ ലേബലിനകത്താണ്. ഈ ലേബിൾ എന്ന് പറഞ്ഞൊരു ഫങ്ഷണൽ കോമ്പണൻ്റ് ആണ്. ഫങ്ഷണൽ കോമ്പണൻറ്റിനകത്ത് ഒരു കോണ്ടെക്സ്റ്റിൻ്റെ വാല്യൂ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് യൂസ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, സോ നമ്മൾ ആ യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഹോം പേജിനകത്ത് ഈ ഷോ ലേബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് അത് നമ്മളിവിടെ പാസ് ചെയ്തിട്ടുണ്ട് പ്രൊവൈഡറിനകത്തിട്ട്. ഓക്കെ, ഈ വാല്യൂ നമുക്ക് എങ്ങനെ ഈ ലേബിളിൽ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് യൂസ് കോണ്ടെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫംഗ്ഷനകത്ത് കോൺസ്റ്റ് എന്തെങ്കിലും വാല്യൂ VL എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് യൂസ് കോണ്ടെക്സ്റ്റ്
എന്ന് പറഞ്ഞിട്ട് ഏത് കോണ്ടെക്സ്റ്റ് ഒരു റിയാക്ട് പ്രോജക്റ്റിനകത്ത് ഒരുപാട് കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. നമുക്ക് ഏത് കോണ്ടെക്സ്റ്റിലെ വാല്യൂ വേണ്ടത്? ഈ കോണ്ടെക്സ്റ്റിലെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, സോ ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്കിത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് മൈ കോണ്ടെക്സ്റ്റ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. എന്നിട്ട് അത് നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഈ മൈ കോണ്ടെക്സ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ആ വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ പറയുന്ന ലേബിൾ കാണിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലേബിൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇഫ് ഫോൾസ് ആണെങ്കിൽ നമുക്ക് നൾ റിട്ടേൺ ചെയ്യാം, ഒന്നും പ്രിൻറ്റ് ചെയ്യേണ്ട. അല്ലാത്ത കേസിൽ ട്രൂ ആവുന്ന കേസിനകത്ത് ഇത് പ്രിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഇതിന് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഷോ ലേബിൾ എടുത്ത് കളയുമ്പോൾ അതെല്ലാം പോകുന്നു. ഷോ ലേബിൾ എനേബിൾ ചെയ്യുമ്പോൾ അത് വീണ്ടും കാണിക്കുന്നു. അപ്പോൾ ഷോ ലേബിൾ എടുത്ത് കളയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. ആ ഫോൾസ് ആണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൻ്റെ പ്രൊവൈഡറിലോട്ട് പാസ് ചെയ്യുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നും നമ്മൾ ആ വാല്യൂ ഇവിടുന്ന് റീഡ് ചെയ്യാണ്. ആ വാല്യൂ ഫോൾസ് ആയതുകൊണ്ട് ആ കോമ്പണൻറ്റ് കാണിക്കുന്നില്ല. വാല്യൂ ട്രൂ ആണെങ്കിൽ ആ കോമ്പണൻറ്റ് കാണിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഈ കോണ്ടെക്സ്റ്റ് എത്ര വേണമെങ്കിലാവാം. അതുപോലെ തന്നെ ഒരു കോമ്പണൻറ്റിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കോണ്ടെക്സ്റ്റുകൾ നമുക്ക് ചെയ്യാം. സോ അതൊന്നും ഒരു വിഷയമല്ല, എത്ര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്ക് ഒരു പുതിയ കോണ്ടെക്സ്റ്റും കൂടി ഉണ്ടാക്കാം. മൈ ന്യൂ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കി. ഇനി ഇതിനകത്ത് വല്ല വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈ ന്യൂ കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് ഈ മൊത്തം സാധനങ്ങൾ റാപ്പ് ചെയ്യാം. സോ ഇതിനകത്ത് നമ്മൾ എന്ത് വാല്യൂ കൊടുത്തോ, ഇപ്പോൾ വാല്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഒരു 100, ജസ്റ്റ് ഒരു വാല്യൂ നമ്മൾ എവിടെ നിന്ന് കൊടുക്കേണ്ട, ജസ്റ്റ് 100 പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വാല്യൂ കൊടുത്തോ ഈ വാല്യൂ നമുക്ക് ഇതിൻ്റെ ചിൽഡ്രനോ അതിൻ്റെ ചിൽഡ്രനോ എവിടെ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ മൈ ന്യൂ കോണ്ടെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം ഈ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ, സോ എന്നിട്ട് നമുക്കത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം മൈ ന്യൂ കോണ്ടെക്സ്റ്റ്. സോ എന്നിട്ട് ഇതേപോലെ തന്നെ കോൺസ്റ്റ് ഒരു വേരിയബിൾ നെയിം വാല്യൂ 2 ഈസ് ഈക്വൽ ടു യൂസ് കോണ്ടെക്സ്റ്റ് മൈ ന്യൂ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ ഒന്ന് ഇവിടെ നിന്ന് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം, ലോഗ് ഇട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വാല്യൂ ഇട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അറിയാൻ വേണ്ടി കുറച്ച് സ്റ്റാർ ഇടാം. ഓക്കെ, സോ നമ്മൾ ആ കൊടുത്ത വാല്യൂ 100 എന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മളൊരു കാര്യം പറയാനുള്ളത്, ഈ റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റിനകത്ത് ഒരു ആർഗ്യുമെൻ്റ് എടുക്കും. സോ ആ ആർഗ്യുമെൻറ്റ് ഡീഫോൾട്ട് വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മൈ ന്യൂ കോണ്ടെക്സ്റ്റിൽ പാസ് ചെയ്യുന്ന വാല്യൂ 100 ആണ്. ഓക്കെ, സോ നമുക്ക് ഡീഫോൾട്ട് വാല്യൂ ഒരു 500 കൊടുക്കാം. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സോ നമ്മളൊരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്ത ചിൽഡ്രനോ അതിൻ്റെ ചൈൽഡോ ആ ഒരു ട്രീയിൽ മാത്രമേ ഈ വാല്യൂ കിട്ടത്തുള്ളൂ, ഈ 100 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇനി ഇതിന് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് കൊടുത്ത വാല്യൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് കമൻറ്റ് ചെയ്യാം. അതായത് ഈ ഒരു പ്രൊവൈഡർ നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളവിടെ പ്രിൻറ്റ് ചെയ്ത് അവിടെ, അതായത് ഈ പ്രൊവൈഡർ എവിടെ ഇതിനകത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഡീഫോൾട്ട് എന്താണോ വാല്യൂ കൊടുത്ത് അതാണ് വരത്തുള്ളൂ. ഓക്കെ, സോ നമ്മളവിടെ 500 വരത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ ട്രീൻ്റെ പുറത്ത് ആക്സസ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടണം എന്നുള്ളതാണ് ഇതിനകത്ത് ആർഗ്യുമെൻറ്റിനകത്തുള്ള വാല്യൂ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റിനകത്ത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഇതേപോലെ ഇൻറ്റിജർ മാത്രമാവണമെന്നില്ല, ഇൻറ്റിജറോ സ്ട്രിങ്ങോ ഒബ്ജക്റ്റോ അറേസോ ഫങ്ഷൻസോ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിനകത്ത് ഈ ക്ലാസ് കോമ്പണൻറ്റിനകത്ത് എങ്ങനെയാണ് ഈ കോണ്ടെക്സ്റ്റ് കൺസ്യൂം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആവശ്യമുണ്ടെന്ന് തോന്നുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാനും ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.